compact fluorescent lamp, CF lamps. CFL lamp എന്ന് പറയുന്നത് CF lamp means compact fluorescent lamp. CFL lamp എന്നാണ് പലരും പറയാറ്. CFL lamp എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലാമ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. So it's called CF lamps, compact fluorescent lamp. ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെ ചെറിയ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഈ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഈ ചെറിയ ട്യൂബിനുള്ളിൽ മെർക്കുറി വേപ്പർ ആണുള്ളത്. മെർക്കുറി വേപ്പർ ഇറ്റ്സ് ഹൈലി പോയിസണസ്. അതുകൂടാതെ ഇതിനകത്തൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടും ഇതിനുള്ളിലുള്ള മെർക്കുറി വേപ്പർ ആ ഒരു ഇന്ററാക്ഷൻ മൂലമാണ് നമുക്ക് നല്ല വെളുത്ത പ്രകാശം ലഭിക്കുന്നത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്യൂബിനുള്ളിലെ ഇലക്ട്രോഡുകൾക്കിടയിൽ വളരെ ഉയർന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ സഹായത്തോടെ ഉന്നത ആവൃത്തിയുള്ള വൈദ്യുതി ഏതാണ്ട് 40 കിലോ ഹെർട്സിലോ അതിൽ 40 കിലോ ഹെർട്സിലോ അതിൽ കൂടുതലോ ഉള്ള ഇലക്ട്രിസിറ്റി നൽകുമ്പോഴാണ് ഫ്രീക്വൻസി നൽകുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതോടുകൂടി ഇലക്ട്രോഡുകളിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നു. ഈ ഇലക്ട്രോണുകൾ മെർക്കുറി ആറ്റങ്ങളുമായി കൂട്ടിയിടിക്കുന്നതിന് ഫലമായി നേരത്തെ പറഞ്ഞ അതേ തത്വം അതിന്റെ ഫലമായിട്ട് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടാവുകയും ഈ ഫ്ലോറസെന്റ് പദാർത്ഥം അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശമാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ട്യൂബ് ലൈറ്റും ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്യൂബ് ലൈറ്റിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനം ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നല്ലൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചതിന് ശേഷം വളരെ ഹൈ ഫ്രീക്വൻസിയുള്ള 40 കിലോ ഹെർട്സോ അതിൽ കൂടുതലുള്ള ആവൃത്തിയുള്ള വൈദ്യുതി ഫ്രീക്വൻസിയുള്ള വൈദ്യുതി നൽകിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി ഒരു കാര്യം കൊണ്ട് ഇത് പറയുമ്പോൾ ഇതിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അതായത് ഈ CF ലാമ്പിന്റെ ഈ ട്യൂബ് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച ശേഷം അത് ഫ്യൂസ് ആവുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം പൊട്ടിച്ച് നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ പുറത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഇതിനുള്ളിൽ വളരെ പോയിസണസ് ആയിട്ടുള്ള മെർക്കുറി വേപ്പർ ആണുള്ളത്. ഈ മെർക്കുറി വേപ്പർ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കറിയാം ഒരു വൈറ്റ് പൗഡറാണ്, വെളുത്ത ഒരു പൊടിയാണ്. ഇത് നമ്മുടെ പരിസരത്തൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് വലിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ വന്ന് വിട്ടു കഴിഞ്ഞാൽ വളരെ വലിയ അപകടം ഉണ്ടാകും. കാരണം രോഗങ്ങളൊക്കെ ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മെർക്കുറി അകത്ത് കഴിഞ്ഞാൽ പോയിസൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ CF ലാമ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് പലപ്പോഴും കുട്ടികളൊക്കെ അറിയാതെ അല്ലെങ്കിൽ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ തൂത്തുവാരി വെളിയിൽ കൊണ്ട് കളയുന്നു. ഇത് ഒരു വലിയ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇതാണ് മെർക്കുറി വേപ്പർ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇതിനെ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി പിന്നെ ഇതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ നടത്താം എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ യാതൊരു ധാരണയുമില്ല. എങ്കിലും ഭാവിയിൽ നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പവർ മതിയാകും. നമുക്കറിയാം CF ലാമ്പുകൾ ഏതാണ്ട് 5 വാട്ട്സ് മുതൽ ലഭ്യമാണ്. വളരെ ചെറിയ പവർ കൊടുത്താൽ മതിയാവും. ഊർജ്ജത്തിന്റെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജിയുടെ മാക്സിമം പോർഷൻ പ്രകാശോർജ്ജമായിട്ട് നമുക്ക് പുറത്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഫിലമെന്റ് ലാമ്പിന്റെ ആയുസിനേക്കാൾ 5 മടങ്ങ് ആയുസുള്ള ഒരു സംവിധാനമാണ് CF. തീവ്രത കൂടിയ അളവിൽ പ്രകാശം നല്ല വൈറ്റ് ലൈറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതിൽ നിന്ന് ചില റേഡിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. CF ലാമ്പ് ഒരു കാരണവശാലും നമ്മൾ ഈ ടേബിൾ ലാമ്പായിട്ട് കുട്ടികളൊക്കെ പഠിക്കുന്ന ടേബിൾ ലാമ്പായിട്ട് ഉപയോഗിക്കുന്ന ആ സംവിധാനത്തിൽ ഒരു കാരണവശാലും CF ലാമ്പ് ഉപയോഗിക്കുന്നത്. ഇതിന് അടുത്തിരുന്ന് വർക്ക് ചെയ്യാതെ ശ്രദ്ധിക്കുക. കുറച്ച് ദൂരേക്ക് ആണെങ്കിൽ വീടിന്റെ വളരെ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂഫിന്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ അടുത്ത് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകും. ഇത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പൂർണ്ണമായും ഉപയോഗിച്ച് തീർന്ന ശേഷം, അതായത് ഒരു CF ലാമ്പ് അതിന്റെ ആയുസ് കംപ്ലീറ്റ് കഴിയുന്നതിന് മുമ്പ് ആണെങ്കിൽ, അതായത് നമ്മളൊരു CF ലാമ്പ് വാങ്ങി അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഗ്യാരണ്ടിക്കുള്ള സാധനമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ബൾബ് നമ്മൾ അടുത്ത് സൂക്ഷിച്ചു, കുറച്ചാൾ കഴിഞ്ഞ് പൊട്ടിച്ച് നമ്മൾ വെളിയിൽ കളഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ മെർക്കുറി വേപ്പർ ഉണ്ടാകും. ഈ മെർക്കുറി വേപ്പർ അത് ഉപയോഗിച്ച് ഒരു പരിധി വരെ ഉപയോഗിച്ച് തീർന്നാൽ വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഉപയോഗിക്കാതെ അതിന്റെ കംപ്ലീറ്റ് ആക്ഷൻ കഴിയാതെ അത് പൊട്ടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ അത് അപകടമാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. സോ ദിസ് ഇസ് അനദർ തിങ്. CF ലാമ്പ് പ്രകാശവുമായി ബന്ധപ്പെട്ട് വൈദ്യുതിയുടെ ഈ പ്രകാശഫലവുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ട അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കാവുന്ന ഒരു പോർഷൻ കൂടിയാണ് CF ലാമ്പ്. ഇനിയുള്ള LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ LED ലാംപ്സ് എന്ന് പറയുന്ന വിഭാഗം നമുക്കറിയാം. ഡിഫറെന്റ് ഒരുപാട് കളറുകളിലുള്ള പ്രകാശമൊക്കെ വരുന്ന LED ഉണ്ട്. വൈറ്റ് LED ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എമർജൻസി ലാംപ്സ് ഒക്കെ പണ്ടൊക്കെ വലിയ ട്യൂബാണ് ഉപയോഗിച്ചത് എമർജൻസി ലാമ്പാണ്. പക്ഷെ ഇപ്പൊ എല്ലാം എന്തായിക്കഴിഞ്ഞു ഈ പറയുന്ന പോലെ LED ആയിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ടൗണുകളിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഹൈമോസ് ലൈറ്റ് എന്ന് പറഞ്ഞ വലിയ ലൈറ്റുകളൊക്കെ ഉണ്ട്, അതിൽ പോലും ഇപ്പോൾ LED ആയിക്കഴിഞ്ഞു. വൈറ്റ് LED ആണ് ഉപയോഗിക്കുന്നത്.
നല്ല ശക്തിയേറിയ തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നു. അതുകൂടാതെ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല കളറും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ഉപയോഗമുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് LED ആണ്. അപ്പോൾ LED എന്നുള്ള ആ ലാമ്പുകൾ അതും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എമർജൻസി ലാമ്പൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് ഒരു 10-15 LED ഒക്കെ ഉപയോഗിച്ചാൽ നല്ല പ്രകാശം കിട്ടുകയും. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. മൈനോറിറ്റി കാരിയേഴ്സും മെജോറിറ്റി കാരിയേഴ്സിനും സംയോജനം മൂലം ഉണ്ടാകുന്ന താപം സാധാരണ ഡയോഡുകളിൽ റേഡിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫേറ്റ് തുടങ്ങിയ അപദ്രവ്യങ്ങളായി ചേർത്തിട്ടുള്ള ഡയോഡുകൾ ഊർജ്ജത്തെ പ്രകാശമാക്കി മാറ്റുന്നു എന്നാണ് ഇതിന്റെ തത്വം. നിങ്ങൾ പറയാം മൈനോറിറ്റി കാരിയേഴ്സ് ആൻഡ് മെജോറിറ്റി കാരിയേഴ്സ് എന്താണ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കാരണം പോർഷൻസ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഇവയുടെ സംയോജനം മൂലം ഉണ്ടാകുന്ന താപം സാധാരണ ഡയോഡുകളിൽ റേഡിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ സാധാരണ ഡയോഡ് ഉദ്ദേശിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിക്കുന്ന ഡയോഡ്. എന്നാൽ ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് തുടങ്ങിയ അപദ്രവ്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസ് ഉപയോഗിക്കുന്ന ഡയോഡുകൾ ആ ഊർജ്ജത്തെ ലൈറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്റെ പ്രത്യേകത. അപ്പോൾ ഉപയോഗിക്കുന്ന അപദ്രവ്യം ഇമ്പ്യൂരിറ്റി ആറ്റത്തെ ആശ്രയിച്ചായിരിക്കും ആ പ്രകാശത്തിന്റെ നിറം വരുന്നത്. നമുക്ക് വൈറ്റ് ഉണ്ട്, മറ്റ് പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കളേഴ്സ് പുറത്തു വരാനുള്ള കാരണം അതിൽ ഉപയോഗിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ആറ്റത്തിന്റെ പ്രത്യേകത മൂലമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, അതിലൊക്കെ വരുന്ന പ്രകാശം അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങളുടെ പ്രത്യേകത മൂലമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇതിലുപയോഗിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ആറ്റംസ്, ഇലക്ട്രോണിക്സ് ആണ്, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ പ്രകാശത്തിന്റെ നിറം വരുന്നത്. ഇനി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ വസ്തുക്കൾക്ക്. സിഗ്നൽ ലാമ്പായിട്ട് ഉപയോഗിക്കുന്നു, ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവയിലൊക്കെ മോണിറ്ററിൽ, അതുപോലെ TVയുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ടേബിൾ ലാമ്പായിട്ട് LED ഒക്കെ ഇപ്പോൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് വളരെ കുറഞ്ഞ ഊർജ്ജ നഷ്ടം മാത്രമേ ഉണ്ടാവൂ. നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. വളരെ ചെറിയ കറണ്ട് മതിയാകും, കുറഞ്ഞ പൊട്ടൻഷ്യൽ മതിയാകും, വലിപ്പം വളരെ ചെറുതാണ്, അതുകൂടാതെ ആയുസ് കൂടുതലാണ്, കുറഞ്ഞ താപമേ ഉണ്ടാകത്തുള്ളൂ. ഒരുപക്ഷെ ഒരു ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ആ സംവിധാനത്തിൻ്റെക്കാൾ കുറഞ്ഞ താപം മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പൊ ഇത്രയും പോർഷനാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. അത് ഇലക്ട്രോപ്ലേറ്റിംഗ്, അതുകൂടാതെ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് പവർ, safety fuse, incandescent and filament lamps, discharge lamps, fluorescent lamps, CFL, compact fluorescent lamps, പിന്നെ LED. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ. യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പോർഷൻ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾ ഈ പോർഷൻസ് ഒന്നാമത്തെ ചാപ്റ്റർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞു പല സ്കൂളുകളിലും. അപ്പോൾ ഈ പോർഷൻസ് ആദ്യം ഇത്രയും പറഞ്ഞ ഈ പോർഷൻസ് നന്നായി പഠിക്കുക. പിന്നെ ഇതിനകത്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ജൂൾസ് ലോ, ജൂൾ നിയമം വരുന്നുണ്ട്, അവിടുന്ന് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ, പവർ P = V × I തുടങ്ങിയ ആ സീരീസ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടും കണക്കുകൾ ചോദിക്കാറുണ്ട്. പ്രോബ്ലം ഇത് ഈ ചാപ്റ്ററിൽ നിന്നും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതും കൂടിയാണ്. 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒരു പ്രോബ്ലം ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. Now let me explain about these portions for the English medium students. See, the first thing which I explained before for the Malayalam medium students is electroplating. Electroplating is the process of coating a metal on the surface of a conductor. You know that. And the chemistry behind that is, see the diagram, see this visual, and in that positive electrode is a silver plate. I'm going to plate silver on a steel spoon. So positive electrode will be a silver plate, and the negative electrode is going to be a steel spoon in which we have to plate silver, and the electrolyte will be silver nitrate solution. And the process is like this. See, electrons will be emitting from the positive electrode, and it goes through the external circuit and reaches here, and combines with the Ag+ ions. Here there are ions, Ag+ ions and NO3- ions. So Ag+ ions, it combines with Ag+ ions, forming the silver atom, and it's plated there on the spoon. So that's a process. That's the chemistry behind this electroplating. And electroplating is the process of coating a metal on the surface of a conductor by electrolysis. And the metal used for electroplating is used as positive electrode, and a salt solution of the same metal we have to use as electrolyte. And then next is silver, the steel spoon is using as a positive, is negative electrode in which we have to plate. And the interactive exercises, I think explained it in the previous case. And the advantages, what are the advantages of electroplating?
improve the appearance of the material, prevents corrosion of metals. Costly metals like gold and silver can be plated on cheap metals. That's the advantages of electroplating. Now, heating effect of electric current. See the circuit diagram here. Nichrome and aluminium is connected in series with a battery, switch, and a meter. It's multimeter. When the switch is closed, you can see when at the time when 1 minute electricity is passing through this for 1 minute, nichrome will be heating maximum. It produces heat maximum, and 0.5 ampere current only is passing through the circuit because nichrome is having high resistance. So the main factor is the resistance. The heat produced depends upon the resistance of the material. When the current is passed through nichrome wire, which heats up more than the aluminium because it's having more resistance. This shows that the resistance of the current vector affects the quantity of the heat produced. And now I'm going to change. See, the same materials are used here. Both aluminium. When current passes through it, see, both will be switch is closed. Both will be giving same amount of heat energy, and the current will be more. So the second one is you can say the current. The current is the second. The intensity of the current depends upon the heat produced. And the last one is the time factor. And these three we can combine, and Joule's law will be introduced after that. And Joule's law states that Joule's law states the factors affecting the conversion of the electrical energy into heat energy. The first one, the strength of the current, and the second one, resistance, and the third one, the time of flow. And there comes the Joule's law. James Prescott Joule is a scientist who has made this law, and it is Joule's law. And the problem, we can expect problems from Joule's law. So now, safety fuse. Safety fuse is a simple device using for safety of electrical circuits and electrical equipments or electrical appliances in our home and everywhere. And the fuse, different types of fuses are there, and you can see that the cathode fuse is there, and the other one plug fuse is there, and the small electronic circuit, small type of fuses, cathode fuses will be using. And see, all these things I explained. What is short circuit, what is overloading and all, everything has been explained before. And next, incandescent lamp. What is an incandescent lamp? You know this lamp. This is made up of a glass tube. Inside that, there's a high resistive material. Tungsten is using, very thin wire, tungsten wire is using there. And when electricity is passing through this one, the tungsten wire produces heat energy and light energy. And then comes the filament lamp. Next one is the filament lamp, and the filament lamp is before that, resistivity. Remember, resistivity is a very important thing. Unit also you have to remember. Rho equals R into A divided by L. You can expect problems from this portion also, and its unit is ohm meter. The unit of resistivity is ohm meter. Tungsten is a pure metal with maximum resistivity. That's why we are using it in the incandescent lamps. And advantages of tungsten: high melting point and ability to make thin wires, and becomes hot, white hot, and glows brightly for a long time also. So that's it. And the next one is the question: the use of filling inert gases in the bulb. Why inert gases are using inside the bulb? It avoids vaporization of the filaments, and the bulb lasts long as its efficiency increases, and the bulb do not darkness. So it never does. So these are the things, and these three bulbs. The first one is non-coiled filament, and next is coiled filament, and the last one is coiled oil filament lamp. Now discharge lamps. Discharge lamps, its working is like this. See, you can see there is a part. A glass tube filled with suitable gas at low pressure is the main part of that one, and two electrodes are there. And when high potential is applied in between these two, see. The high voltage is applied, the electric field ionizes the gases inside the tube, and the gaseous ions and the electrons with high velocity collide with each other and produces light energy. That's the working of discharge lamps. And the color depends upon the gas filled inside that one. And I explained it before. Mercury, you will be getting white light, and neon, orange red, and sodium vapor, yellow, and chlorine, it's green, and hydrogen. See, it is hydrogen is blue, and nitrogen red light. Nitrogen, you'll get a red light. Now, fluorescent lamps. Fluorescent lamps, it's the tube light which we are using, and the working I explained. There are two heating coils
at both ends of the tube, and when current passes through, very high potential is applying in between these two. See, electrons will emit from there, it collides with the mercury vapor, ultraviolet rays produced, and from there light energy will be emitted. So that's it, and the working you can see it happens. And the next one is CFL, compact fluorescent lamps. CFL, a small tube size, a small type of tubes are using, but mercury vapor is there inside, and the electronic circuit is also there, and this electronic circuit gives 40 hertz, more than 40 kilohertz energy frequency of electricity giving to that one. With that it works. And now LED, light emitting diodes. You know that white LED is widely using right now for light purposes and all, and it works because of the color, different types of different colored light will be producing in that one. Normally diode radiates the heat produced due to the combination of majority and the minority currents, but diode containing impurities such as gallium arsenide or gallium phosphide etc. converts energy into the light energy. So uses of LED, signal lamps we are using, indicators and computers, TV notice and indicators we are using, street lights also nowadays we are using this LED, and table lamp also we are using the LED, light emitting diodes. Its advantages are low power consumption is very low, and very low power is enough for that, low potential is enough, and smaller in size and long life, and less heat is produced in the case of light emitting diodes. That's it. And now there are some questions which I have to explain, that I will be explaining in the next class. Thank you.